ഇപ്പോഴത്തെ ഒരു പരീക്ഷണമായിരുന്നു ആ വീഡിയോ. മരണക്കിണറുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി അത് അറ്റംപ്റ്റ് ചെയ്തത്, ഐ മീൻ ഹനുമാൻ കൈൻ്റെ അത് അറ്റംപ്റ്റ് ചെയ്തത് നമ്മൾ അപ്രിഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ചിത്രം അറിയാത്തവർക്ക് ചിത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓ മൈ ഗോഡ്, ഹായ്, ഞാൻ ചിത്ര പ്രദീപ്. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ആക്ടർ ആൻഡ് ഓൾസോ മ്യൂസീഷ്യൻ കൂടെയാണ്. പക്ഷേ ഇപ്പം ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഇപ്പം ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോങ് അതിലൊരു പാർട്ടായിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്ന്. ബിഗ് ഡോഗ്സിനെ കുറിച്ചാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായി. ബിഗ് ഡോഗ്സിൽ ഞാൻ ആക്ച്വലി ഹനുമാൻ കൈൻഡിൻ്റെ വീഡിയോയിൽ ഒരു ഷോർട്ടിലേ ഞാനുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് ഐ എം സോ ഹാപ്പി ദറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് പീപ്പിൾ ആർ റെക്കഗ്നൈസിങ് മീ ഓൾ ഓവർ ദ വേൾഡ്. എന്നെ പരിചയമുള്ളവരും ഇല്ലാത്തവരും എൻ്റെ പ്രൊഫൈലിൽ ആ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നവരുണ്ട്. അതെനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ എന്തായാലും ഇതൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിരുന്നല്ലോ അത്. പുള്ളിയുടെ ഹനുമാൻ കൈൻഡിൻ്റെ വീഡിയോ ഒരു ഡിഫറെൻറ്റ് റാപ്പ് സ്റ്റൈലായിരുന്നു. ഇപ്പോഴത്തെ ഒരു പരീക്ഷണമായിരുന്നു ആ വീഡിയോ. ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും ഈ ഒരു സോങ് ഇപ്പം എല്ലാവരും ട്രെൻഡിങ് ആണ്. അപ്പം അത്തരത്തിലൊരു റീച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇല്ല, നമ്മളാരും ഇവൻ അവർ പോലും അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ദേ ഹാവ് ഡൺ ഒരു നല്ല രീതിയിലുള്ള പ്രൊമോഷനൊക്കെ നടത്തിയിട്ടുണ്ട് അവരുടെ ടീം. പക്ഷേ അവർ പോലും ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഗ്ലോബൽ ചാർട്ട്സിൽ ആ ഒരു സോങ് വീഡിയോ കയറും എന്നുള്ള കാര്യം. ഇന്ത്യൻ സോങ് എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. പിന്നെയാണ് ഇത് മലയാളിയാണ് ചെയ്തത്. ഒരു മലപ്പുറം തിരൂര് സ്വദേശിയാണെന്നുള്ളത്. അതിനുശേഷം മൊത്തം മാറി. എല്ലാവരും ഭയങ്കര രീതിയിൽ സ്പോട്ടിഫൈയിൽ 4th, ഐ മീൻ ഗ്ലോബലി 4th വന്നു. ആപ്പിൾ മ്യൂസിക്കിലും അതുപോലെ വന്നു. ഇതാണ് നിങ്ങളെ ഒരു ടീം, ആ ടീമിലൊരു ചർച്ച ഉണ്ടായിട്ടുള്ളത്. ഓഫ് കോഴ്സ്. അല്ല, ഞാനതിൽ ആക്ച്വലി അതിലൊരു ഫീച്ചേർഡ് ആയ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് ആ ലിപ്സിങ്ക് ചെയ്യുന്ന ആ ഒരു ഷോട്ടിൽ. പക്ഷേ ബാക്കിയുള്ളവർ ഞങ്ങൾ ചെയ്തത് ഐ മീൻ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്, മൈന്യൂട്ടായിട്ടുള്ള ഭാഗം. ആ ടീമാണ് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല. പക്ഷേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഐ മീൻ മറ്റേ മരണക്കിണറുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി അത് അറ്റംപ്റ്റ് ചെയ്തത്, ഐ മീൻ ഹനുമാൻ കൈൻ്റെ അത് അറ്റംപ്റ്റ് ചെയ്തത് നമ്മൾ അപ്രിഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മൾ അതിനുശേഷം കോൺടാക്റ്റിലുണ്ടായിരുന്നു. പിന്നെ ആസ് എ മ്യൂസീഷ്യൻ അങ്ങനെ ഒരു എന്താ പറയുക, പുള്ളിയായിട്ട് ഞാനൊരു കോൺടാക്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഇനി ഹനുമാൻ കൈൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ പുള്ളി റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഡിസ്കഷൻ, പുള്ളി ഇനി എന്താണ്? ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. ഹീസ് ഡിഫറെൻറ്റ്. ഐ മീൻ എനിക്ക് ഹനുമാൻ കൈൻഡിനെ അന്ന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ശരിക്കും വൈ യു ബി ലൈക്ക് ദിസ്? യെസ്. ഇനി അപ്പോൾ നമുക്ക് സോങ്ങിൻ്റെ എന്തെങ്കിലും ആക്ച്വലി ഞാൻ അത് ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല, സീരിയസ്ലി. ഐ എം സോറി. ലൊക്കേഷൻ മൊത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ക്രൗഡ് സീനിനും ആ ഒരു ഷോട്ടിനും വേണ്ടി മാത്രം ഫുൾ ഡേ ഉണ്ടായിരുന്നു അവിടെ. ലെഫ്റ്റ് ബൈ ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ ഹനുമാൻ കൈൻഡായിട്ട് ഇനി എന്തെങ്കിലും കൊളാബറേഷൻ ചിത്രയുടെ? ഓഫ് കോഴ്സ്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണിത്. ഇഫ് എന്താ പറയുക, ഐ വുഡ് ലൈക്ക് ടു കൊളാബറേറ്റ് വിത്ത് ഹിം ഇൻ ഫ്യൂച്ചർ എന്നുള്ള ഒരു കാര്യം എനിക്ക് വലിയൊരു ഭാഗ്യമായിരിക്കും. യെസ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.